അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ജ്യൂസായിട്ടാണ്. മുറ്റത്ത് നോക്കുമ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ നാളികേരമൊക്കെ വീണ് കിടക്കുന്നു. മൂക്കാത്ത നാളികേരാണ്. മേളമീൻ തന്നെയാണ്. കുറേശ്ശെ ആവും, പറ്റ ഇളയതുമല്ല, കുറച്ചൊക്കെ ആവും ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നാളികേരമൊക്കെ ഇങ്ങനെ കഷ്ണാക്കി എടുക്കട്ടെ. വേണ്ടത് പാലോ പാൽപ്പൊടിയോ. ഞാനൊരു 3 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അടിക്കുന്നതിൽ കട്ടി കുറവാ തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര വേണം. കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി വേണമെന്നൊന്നുമില്ല, ഏതായാലും ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ അത് ശരിക്കും അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ശരിക്കും അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറുകിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക. കുറച്ച് ഇളനീർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അത്യാവശ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാണ് അടിച്ചെടുക്കുക. പിന്നെ മറ്റതും അതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം. ശരിക്ക് ജ്യൂസിൻ്റെ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ കുറച്ച് ബ്ലാക്ക് കസ്കസും ചേർത്തി കൊടുക്കുന്നുണ്ട് കുറുകലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മറ്റേതും ഇതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇനി പകുതിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാകത്തൊരു കുറുകലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ജ്യൂസല്ലേ. പിന്നെ ഞാൻ ബ്ലാക്ക് കസ്കസ് കുറച്ച് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അപ്പോൾ ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആപ്പിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഷ്ണാക്കി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കുക, ബദാം അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്തിപ്പോൾ ഉള്ളത് ബ്ലാക്ക് കസ്കസ് ആണ്. അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ കുട്ടികൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇടുക എന്ന് പറയും നാളികേര തെങ്ങുമെന്ന്. പക്ഷെ ഇട്ടൊന്നും കൊടുക്കില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ് കിട്ടും. എന്തെങ്കിലും എലികളൊക്കെ ചാടിക്കണ തന്നെയാവും. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ. ചോദിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് പേരക്കുട്ടികൾ. അവർക്ക് കുറേശ്ശെ കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഞാനൊരു ഗ്ലാസ് കൊയ്ക്കുകയാണ്. അപ്പം നല്ലൊരു ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.